ആന്ധ്രാപ്രദേശിന്റെ വ്യോമഗതാഗത മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്ത് 4727 കോടി ചിലവിൽ നിർമ്മിച്ച ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 31 മാസങ്ങൾക്കുള്ളിലാണ് ഇതിന്റെ പണി പൂർത്തിയായത്. വിമാനത്താവള ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ വർഷം 60 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിമാനത്താവളത്തിന്റെ ശേഷി ഭാവിയിൽ 40 മില്യൺ യാത്രക്കാരായി ഉയർത്താനാണ് പദ്ധതി. 3 ഘട്ടങ്ങളിലായാണ് വിമാനത്താവള വികസനം. 3800 മീറ്റർ നീളമുള്ള കോഡ് 4E റൺവേ, ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആധുനിക യാത്രാ ടെർമിനൽ, കാർഗോ സൗകര്യങ്ങൾ, അത്യാധുനിക എയർ സൈഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് വിമാനത്താവളത്തിന്റെ പ്രധാന സവിശേഷതകൾ. വടക്കൻ ആന്ധ്രയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാകുന്ന പദ്ധതിയാണിത്. അരക്ക് കാപ്പി ഉൾപ്പെടെയുള്ള മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതകൾക്കും വിമാനത്താവളം വലിയ ഉത്തേജനമാകുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. വടക്കൻ ആന്ധ്രയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് എന്ന സന്ദേശവുമായി ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനും സംസ്ഥാന സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട്. ഭോഗപുരത്ത് അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം 5600 കോടിയിലധികം രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 6 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ടൂറിസം, വ്യാപാരം, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് വിമാനത്താവളം ഗണ്യമായ ഉത്തേജനം നൽകുമെന്നും മേഖലയിലെ വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 460 കോടിയിലധികം രൂപ മുതൽ മുടക്കിൽ വികസിപ്പിക്കുന്ന വിശാഖപട്ടണത്ത് ASIP സെമി കണ്ടക്ടർ പദ്ധതിയുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ അംഗീകരിച്ച ആന്ധ്രാപ്രദേശിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ സൗകര്യമാണിത്. ഈ സൗകര്യം പ്രതിവർഷം ഏകദേശം 96 ദശലക്ഷം സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുകയും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതേസമയം സെമി കണ്ടക്ടർ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിന് ശക്തമായ ഒരു അനുബന്ധ ആവാസ വ്യവസ്ഥയെ വളർത്തിയെടുക്കുകയും ചെയ്യും. പവർ ഗ്രിഡ് ഒരു പ്രത്യേക ഉദ്ദേശ വാഹനം വഴി ഏകദേശം 5550 കോടി രൂപ മുതൽ മുടക്കിൽ നടപ്പിലാക്കുന്ന കുർണൂൽ 4 പുനരുപയോഗ ഊർജ്ജ മേഖല 4.5 ജിഗാവാട്ട് ഫേസ് 1ന്റെ സംയോജനത്തിനായുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും മോദി തറക്കല്ലിടും. ഏകദേശം 3550 കോടി രൂപ ചിലവിൽ നടപ്പിലാക്കിയ കർണൂൽ കാറ്റാടി ഊർജ്ജ മേഖലയ്ക്കും സൗരോർജ്ജ മേഖലയ്ക്കും വേണ്ടിയുള്ള പ്രക്ഷേപണ സംവിധാനം പാർട്ട് എ, പാർട്ട് ബി എന്നിവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നു. പവർ ഗ്രിഡ് 800 കോടിയിലധികം രൂപ ചിലവിൽ നടപ്പിലാക്കിയ അനന്തപുരത്ത് 2500 മെഗാവാട്ട് സൗരോർജ്ജ മേഖലയ്ക്കും കർണൂൽ 1000 മെഗാവാട്ട് സൗരോർജ്ജ മേഖലയ്ക്കുമുള്ള പ്രക്ഷേപണ പദ്ധതിയും മോദി ഉദ്ഘാടനം ചെയ്തു. കർണൂലിലെയും അനന്തപുരത്തിലെയും പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നീക്കം ചെയ്യുന്നതിനും ദേശീയ ഗ്രിഡ് വഴി രാജ്യത്തുടനീളമുള്ള ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും ഈ പ്രക്ഷേപണ പദ്ധതികൾ സഹായിക്കും. 1880 കോടി രൂപയിലധികം വിലമതിക്കുന്ന ദേശീയപാത പദ്ധതികളുടെ തറക്കല്ലിടലും മോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. നാഷണൽ ഹൈവേ 565 പെഞ്ചലക്കോണ എയർപേഡ് ഭാഗത്തുള്ള ലിംഗസമുദ്രത്തിലെ ഹൈ ലെവൽ പാലത്തിന്റെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ഈ പദ്ധതികൾ വിജയവാഡയിലെയും മറ്റു നിരവധി നഗരങ്ങളിലെയും ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുകയും വിശാഖപട്ടണത്തിനും ഹൈദരാബാദിനും ഇടയിലുള്ള യാത്രാ ദൂരവും യാത്രാ സമയവും കുറയ്ക്കുകയും പ്രാദേശിക കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആന്ധ്രാപ്രദേശ് സന്ദർശനം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കർണാടകയിലെ മൈസൂരിലേക്ക് പോകും. അവിടെ അദ്ദേഹം സ്വാമി വിവേകാനന്ദ സാംസ്കാരിക യുവജന കേന്ദ്രം വിവേക സ്മാരകം ഉദ്ഘാടനം ചെയ്യും. മോദി ചടങ്ങിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1892 നവംബറിൽ ഇന്ത്യയിലുടനീളം നടത്തിയ യാത്രയ്ക്കിടെ സ്വാമി വിവേകാനന്ദന്റെ മൈസൂരു ചരിത്ര പ്രസിദ്ധമായ സന്ദർശനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് വിവേക സ്മാരകം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.